വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്കേറെ സുപരിചിതയാണ് സ്വാസിക വിജയ്. ഇപ്പോൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തിളങ്ങി നിൽക്കുകയാണ് താരം. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട്. സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു സിനിമാ സീരിയൽ താരങ്ങളായ സ്വാസികയുടെയും പ്രേമിന്റെയും. കഴിഞ്ഞ വർഷം ജനുവരി 26-നായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. നടിയുടെ പുതിയ തമിഴ് ചിത്രം മാമൻ മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടരുന്നു. കരിയറിൽ സ്വാസികയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഭർത്താവ് നടൻ പ്രേം ജേക്കബ് ഒപ്പമുണ്ട്. പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് സ്വാസികയും പ്രേം ജേക്കബും. 2024-ലായിരുന്നു വിവാഹം. പ്രേമിന് മുൻപ് തനിക്ക് വന്ന വിവാഹ ആലോചനയെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സ്വാസിക. വിവാഹം എന്ന സങ്കല്പം എനിക്ക് ഇഷ്ടമാണ്. ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ വളരെ എൻജോയ് ചെയ്തു. മാട്രിമോണിയിൽ പരസ്യം കൊടുത്തു. ദിവസവും ഓരോ പയ്യനെ കാണും. എന്റെ ഫോട്ടോ കൊടുത്തിരുന്നു. അതിൽ എനിക്ക് നാണമോ പേടിയോ ഇല്ലായിരുന്നു. ഒരുപാട് എൻക്വയറികൾ വരും. തിങ്കളാഴ്ച ഒരാളോട് സംസാരിക്കും, അത് സെറ്റാവില്ല. ചൊവ്വാഴ്ച മറ്റൊരാളോട് സംസാരിക്കും, അതും ഒരു പരിധി വരെ സെറ്റാകും. അത് ഒരാഴ്ച പോകും. ഒരു ആർമി ഓഫീസറുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായി സെറ്റായി. ഇന്ന് വരെയും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പോഴും സംസാരിക്കും. കാണാതെ തന്നെ ആ കണക്ഷൻ വന്നു. 2 മാസം ഞങ്ങൾ സംസാരിച്ചു. കല്യാണം ഫിക്സ് ആകുന്നത് പോലെയായിരുന്നു. സിനിമകൾ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. പൊതുവെ ആർമി ഓഫീസർമാർക്ക് അതിഷ്ടമല്ല. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. വാരണമായിരത്തിലേതുപോലെയാണ് എനിക്കിവിടെ, ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞു. ആ 2 മാസം രസമായിരുന്നു. അതിനുശേഷം ജാതകത്തിൽ പ്രശ്നം വരികയും അത് സെറ്റാവാതെ പോവുകയുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സെറ്റായില്ല. ഇപ്പോൾ അദ്ദേഹവും വിവാഹം ചെയ്തു, ഞാനും വിവാഹം ചെയ്തു. എന്നാൽ ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്കിടയിലുണ്ട്. പ്രേമിന് ഇതറിയാം. കല്യാണത്തിന് ഞങ്ങൾ 2 പേരുമാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. പക്ഷെ അദ്ദേഹം വന്നില്ല. ആർമി ഓഫീസർമാർക്ക് പെട്ടെന്ന് ലീവ് ലഭിക്കില്ലല്ലോ എന്നും സ്വാസിക ചൂണ്ടിക്കാട്ടി. പ്രേം ജേക്കബുമായി അടുത്തതിനെ കുറിച്ചും സ്വാസിക സംസാരിക്കുന്നുണ്ട്. ഒരുമിച്ച് സീരിയൽ ചെയ്യുമ്പോൾ ഞാനാണ് ഇഷ്ടം പറയുന്നത്. അപ്പോഴൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് പ്രേം തുറന്നു പറഞ്ഞെന്നും സ്വാസിക പറയുന്നു. എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് നന്ദിയെന്നും പ്രേം മെസ്സേജ് ചെയ്തു. അങ്ങനെയാണ് തുടങ്ങിയത്. വീട്ടുകാരോട് സംസാരിച്ചു. പ്രേം തന്റെ ഭാഗ്യമാണെന്നും സ്വാസിക പറയുന്നു. പ്രേമിനെ കണ്ട അന്നു മുതൽ ഇന്ന് വരെയും ഞാൻ വളരെ തിരക്കിലാണ്. ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനും ഒരുമിച്ച് ചെലവഴിക്കാനും സമയമില്ല. കല്യാണത്തിന് ശേഷവും സമയമില്ല. കിട്ടുന്ന സമയം ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്യും. പൊതുവെ പ്രേം അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ല. പക്ഷേ ലബ്ബർ പന്തിൽ ഒരുപാട് പേർ എന്നെ അഭിനന്ദിച്ചപ്പോൾ പ്രേമിന്റെ കണ്ണ് നിറഞ്ഞു. അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരുമിച്ച് സമയം ലഭിക്കാത്തതിന്റെ പേരിൽ ഞാൻ വഴക്കിടും. എന്നാൽ അദ്ദേഹം ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഒന്നിനും മുഖം ചുളിക്കാത്ത, എല്ലാത്തിനും ഓക്കെ എന്ന് പറയുന്ന ആളാണ് പ്രേം ജേക്കബ് എന്നും സ്വാസിക പറയുന്നു. ഞങ്ങളുടേത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നില്ല. സംസാരിച്ച് മനസ്സിലാക്കി സിങ്കായതാണ്. ഞാൻ സ്വാസികയെ ആദ്യമായി കാണുമ്പോൾ പുള്ളിക്കാരി സ്റ്റേറ്റ് അവാർഡ് നേടിയ സമയമായിരുന്നു. മനം പോലെ മാംഗല്യം സീരിയലിൽ ഒരു റീപ്ലേസ്മെന്റ് പോലെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ സ്വാസികയ്ക്ക് ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഇത്രയും വലിയൊരു നടിയാണല്ലോ, ടെൻഷനായിരുന്നു കൂടുതൽ എന്നുമാണ് പ്രേം പറഞ്ഞിരുന്നത്. സംസാരിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി പാവമാണ്, ജാടയൊന്നുമില്ലെന്ന്. കൂടുതൽ സംസാരിച്ചപ്പോൾ വൈഫ് മെറ്റീരിയൽ ആണെന്നും മനസ്സിലായി. ഡൗൺ ആയിരുന്ന ടൈമിലെല്ലാം സ്വാസിക എനിക്കൊപ്പം നിന്നിരുന്നുവെന്നും പങ്കാളിയായി സ്വാസികയെ കൂടെ കൂട്ടിയതിന് പിന്നിലെ കാരണം വ്യക്തമാക്കി പ്രേം ജേക്കബ് പറഞ്ഞു. സ്വാസിക ഹൈപ്പറാണ്, ഞാൻ ഇൻട്രോവേർട്ടാണ്. കൺസിഡറേഷൻ കൂടുതൽ കൊടുക്കണമെന്നതാണ് ഇപ്പോൾ സ്വാസികയുടെ പ്രധാന പരിഭവമെന്നും പ്രേം പറയുന്നു. മനം പോലെ മാംഗല്യം എന്ന സീരിയലിൽ ഒന്നിച്ച് അഭിനയിച്ചപ്പോഴാണ് സ്വാസികയും പ്രേമും പരിചയപ്പെട്ടതും പ്രണയത്തിലേക്ക് എത്തിയതും വിവാഹം കഴിച്ചതും. വിവാഹത്തിന് പൂൾ പാർട്ടി, ഗുലാബി തുടങ്ങി നിരവധി ചടങ്ങുകളും ഇരുവരും നടത്തിയിരുന്നു. പ്രേം സ്വാസിക വിവാഹത്തിന്റെ ചിത്രങ്ങൾ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർക്കുണ്ടായിരുന്ന ഒരു സംശയം പ്രേം പ്രായത്തിന്റെ കാര്യത്തിൽ സ്വാസികയേക്കാൾ ഇളയതാണോ എന്നതായിരുന്നു. ഇന്റർനെറ്റ് ഡാറ്റാബേസിൽ സ്വാസികയുടെ പ്രായം 32 പ്രേമിന്റെ പ്രായത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ വ്യക്തമായ മറുപടി പിന്നീട് സ്വാസിക തന്നെ നൽകി. വിവാഹവുമായി ബന്ധപ്പെട്ട് വീണ മുകുന്ദന് നൽകിയ അഭിമുഖത്തിൽ സ്വാസിക ഇതേക്കുറിച്ചെല്ലാം സംസാരിച്ചു. ആള് മലയാളിയല്ലേ, സുന്ദരനാണല്ലോ, നോർത്ത് ഇന്ത്യൻ ആണോ, നിങ്ങൾ ഒരേ പ്രായമാണോ, സ്വാസികയേക്കാൾ ഇളയതാണോ എന്നുള്ള ചോദ്യങ്ങൾ കേട്ടുകഴിഞ്ഞു. ഭർത്താവ് പ്രേമിന് തന്നേക്കാൾ 1 വയസ്സ് കൂടുതലാണെന്നാണ് സ്വാസിക പറഞ്ഞത്. മോഡലിംഗ് രംഗത്ത് നിന്നുമാണ് പ്രേം ജേക്കബ് അഭിനയ മേഖലയിൽ എത്തുന്നത്. വിവാഹത്തിന് മുന്നേ തന്നെ വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ച് സ്വാസിക പറഞ്ഞത് സൈബറിടത്തിൽ വൈറലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന്റെ കാൽ തൊട്ട് വണങ്ങണം എന്ന് സ്വാസിക പറഞ്ഞത് ഏറെ ട്രോൾ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് സ്വാസിക സീരിയസ് ആയി തന്നെ പറഞ്ഞതാണെന്ന് പ്രേം കല്യാണശേഷം വ്യക്തമാക്കിയിരുന്നു. സ്വാസിക രാവിലെ എഴുന്നേറ്റ് തന്റെ കാൽ തൊട്ട് തൊഴാറുണ്ടെന്നും താൻ ഇതുപോലെ തന്നെ തിരിച്ചു ചെയ്യുമെന്നും പ്രേം പറഞ്ഞിരുന്നു. അടുത്തിടെ അമ്മയില്ലാതെ ഒറ്റയ്ക്ക് ഷൂട്ടിനെത്തിയപ്പോഴുള്ള അനുഭവത്തെക്കുറിച്ചും സ്വാസിക പറഞ്ഞിരുന്നു. അമ്മയെ ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട്. എല്ലാ ലൊക്കേഷനുകളിലും യാത്രകളിലും അമ്മ ഒപ്പം ഉണ്ടാകാറുണ്ട്. പക്ഷേ
അമ്മയ്ക്ക് കാലിന് പരിക്ക് പറ്റിയതിനാൽ വിശ്രമത്തിലാണെന്നാണ് സ്വാസിക പറഞ്ഞത്. ഷൂട്ടില്ലാതെ റൂമിലിരിക്കുന്ന സമയത്ത് എനിക്ക് അമ്മയെ ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട്. എത്രയോ വർഷമായി യാത്രകളിലും ലൊക്കേഷനിലുമെല്ലാം അമ്മ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അമ്മയും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നാറുണ്ട്. രാവിലെ തന്നെ എണീക്കുമ്പോൾ ഭക്തിഗാനമൊക്കെ കേൾക്കാം. എനിക്ക് വേണ്ട ചായയൊക്കെ റെഡിയാക്കി തരും. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് TV കാണും. ഞങ്ങൾ രണ്ടാൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ചില പരിപാടികളുണ്ട്. അതൊക്കെ ഞങ്ങൾ ഒന്നിച്ച് കാണും. മെനു നോക്കി വെറൈറ്റി ഫുഡ് ഓർഡർ ചെയ്യും. ഞാൻ ജിമ്മിൽ പോയാലും അമ്മ റൂമിൽ തന്നെ ആയിരിക്കും. തലയിൽ എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്തു തരും. രാത്രിയിൽ ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും. ഭയങ്കരമായിട്ട് അമ്മയെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതേക്കുറിച്ച് അമ്മയോട് പറഞ്ഞിട്ടില്ല. കാലിനൊരു പരിക്ക് പറ്റി വിശ്രമത്തിലാണ് അമ്മ. 1 വർഷം മുൻപായിരുന്നു പരിക്ക് പറ്റിയത്. അതേ തുടർന്ന് സർജറി ചെയ്തു, കമ്പിയിട്ടു. ഇപ്പോൾ അത് മാറ്റി. യാത്ര ചെയ്യാൻ തീരെ പറ്റാത്തത് കൊണ്ടാണ് എന്റെ കൂടെ വരാത്തത്. അല്ലെങ്കിൽ അമ്മ കൂടെ വന്നേനെ. മറ്റെന്ത് പ്രശ്നമുണ്ടെങ്കിലും അമ്മ എന്റെ കൂടെ വരുന്നതാണ്. ഞാൻ അമ്മയോട് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ കൂടുതൽ വിഷമമാകും. അമ്മയുടെ മുൻപിൽ ചിൽ വൈബ് എന്നൊക്കെ പറഞ്ഞാലും പക്ഷെ അങ്ങനെയല്ല. അമ്മ എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കും. ഗിരിജാമ്മ എന്റെ മുത്താണ്. അമ്മ അടുത്തുള്ള സമയങ്ങളിൽ ഈ സ്നേഹം പ്രകടിപ്പിക്കാനോ പറയാനോ എനിക്കറിയില്ല. പക്ഷേ അത് വേണമെന്നേ ഞാൻ പറയൂ എന്നാണ് സ്വാസിക പറയുന്നത്. അതേസമയം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഭർത്താവിന്റെ കാൽ തൊട്ട് തൊഴുന്ന താൻ ഭർത്താവിന്റെ കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് നടി സ്വാസിക പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു. സ്വാസികയുടെ വാക്കുകൾ ട്രോൾ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എന്റെ സ്വകാര്യ ജീവിതം എങ്ങനെ ജീവിക്കാനാണ് തീരുമാനിച്ചത്. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എന്റെ സ്വകാര്യ ജീവിതം ഇങ്ങനെ ജീവിക്കാനാണ് തീരുമാനിച്ചത്. ഭർത്താവിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ടീനേജ് പ്രായത്തിലെ തീരുമാനിച്ചതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അമ്മൂമ്മയും അങ്ങനെയല്ല. ഞാൻ എന്തുകൊണ്ടോ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ജീവിക്കാനാണ് പോകുന്നത് എന്നേ എനിക്കറിയൂ. അതുകൊണ്ടാണ് കാല് പിടിക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ. നിങ്ങൾക്കത് തെറ്റായിരിക്കും. ഇതാണ് ഉത്തമ സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സ്ത്രീകൾ എപ്പോഴും സ്വതന്ത്രരായിരിക്കണം. അവർ തുല്യതയിൽ വിശ്വസിക്കണം. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ തുല്യത കുടുംബജീവിതത്തിൽ എനിക്ക് വേണ്ടതുമാണ് സ്വാസിക പറഞ്ഞിരുന്നത്. 2009 വൈഗൈ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് സ്വാസിക സിനിമ രംഗത്തേക്ക് എത്തുന്നത്. 2010 ഫിഡിൽ എന്ന സിനിമയിലൂടെ മലയാളത്തിലുമെത്തി. സീത എന്ന സീരിയലിലാണ് സ്വാസികയ്ക്ക് വഴിത്തിരിവായത്. ദത്തുപുത്രി, സീത എന്നീ സീരിയലുകൾ സ്വാസികയ്ക്ക് ഏറെ ജനപ്രീതി നേടിക്കൊടുത്തിരുന്നു. തമിഴ് ചിത്രമായ ഗോരിപ്പാളയം എന്ന ചിത്രത്തിൽ നായികയായി മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു. പ്രഭുവിന്റെ മക്കൾ, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, പൊറിഞ്ചു മറിയം ജോസ്, ചതുരം എന്നിവയിൽ ചെയ്ത വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു.